ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ വിശേഷതാണ്. രാവിലെ നേരത്തെ കാലത്ത് അങ്ങോട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ല, എന്നാലും എന്തൊക്കെയോ ഇല്ലാതെ അപ്പം ഞാൻ അങ്ങോട്ട് കയറി വരൂലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കുഴപ്പമൊന്നുമില്ല. തട്ടിയും മുട്ടിയൊക്കെ തന്നെ ഓരോ ദിവസം കടന്നു പോണത് കേട്ടോ. അങ്ങനെ നേരത്തെ കാലത്ത് നീച്ചൊരു ഉരമടിയൊക്കെ ഇട്ടിട്ടാണ് നീച്ചിങ്ങോട്ട് പോകുന്നത്. പിന്നെ ഞാൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ, റെഡി ആകണമല്ലോ. റെഡി ആകണമല്ലോ, അങ്ങനെയാണല്ലോ വേണ്ടത്. അങ്ങനെ നീച്ച് വന്നാൽ അപ്പല്ല പണി കുറച്ച് വെള്ളം കുടിക്കണം കേട്ടോ. വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. നല്ല പോലെ ഒന്ന് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എലിക്കണി ഒന്ന് എടുത്തിട്ട് വെക്കണം, അല്ലെങ്കിൽ കയ്യെ ഞാൻ തന്നെ കൊണ്ടുപോയിട്ടില്ലാവും. അപ്പോൾ എലിക്കണിയൊക്കെ ഒന്ന് അടച്ചു വെച്ചു. പക്ഷെ അതിഥികൾ ആരും അതിൽ വന്നിട്ടില്ലായിരുന്നു. പക്ഷെ നല്ല അതിഥികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഒറ്റകളൊന്നും ഇങ്ങോട്ട് കയറുന്നില്ല, എന്തേനാവോ. ഏതായാലും അത് കഴിഞ്ഞാൽ വേഗം ചോറിനുള്ള വെള്ളം വെച്ചിട്ടോ. ഞാൻ ചായക്ക് വെള്ളം വെക്കുന്നതിന് മുന്നേ തന്നെ ചോറിനാണ് വെള്ളം വെക്കും. എന്നിട്ട് ചിലപ്പോൾ ഇന്ന് മുക്കും, അല്ലെങ്കിൽ ഗ്യാസ്മേലാണ് വെക്കൽ. അപ്പോൾ ഓലക്കൊടി വിറകില്ലെങ്കിലും ഇഷ്ടംപോലെ ഓലക്കൊടി നമ്മൾ ഈ ഒരു കൊല്ലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓലക്കൊടിയൊക്കെ കത്തിച്ചിട്ട് ഞാൻ വേഗം ചോറിനുള്ള വെള്ളം വെച്ചു. ഇനിയിപ്പോൾ ചായക്കുള്ള വെള്ളം അതേപോലെ തന്നെ അപ്പം ഉണ്ടാക്കണം കേട്ടോ. ഇന്നലെ ദോശ ചുട്ടുന്നത് ഒരുപാട് ദോശ ഉണ്ടായിരുന്നു. വൈകുന്നേരം വരെ ഇവിടെ ദോശേൻ്റെ ആറാട്ടേന്ന് ഉണ്ടായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ദോശ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയാൽ ബാക്കി ഇത്തിരി മാവും കൂടി ഉണ്ട് കേട്ടോ. അത് പിന്നെ എടുക്കാമെന്നാണ് വിചാരിച്ച്. അപ്പോൾ അതൊന്നും ഉപ്പൊക്കെ കൂട്ടിയുടെ വെച്ചു. ഇനിയിപ്പം ദോശ ചുട്ടെടുക്കട്ടെ. 1 2 3 4 5 അങ്ങനെ 10 ദോശ ചിലപ്പോൾ ഉണ്ടാക്കാനേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ 5 ആളുണ്ട്. ഇനി 10 ദോശ ചിലപ്പം തികയൊന്നും ഉണ്ടാവില്ല. ഏതായാലും ഞാൻ അത് ചുട്ടെടുക്കട്ടെ. അതിനാണ് ഇപ്പം നിൽക്കുന്നത്. പിന്നെ നമുക്ക് ചായക്കുള്ള വെള്ളമാണ് അവിടെ തിളപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത്. ചായയും കൂടി ആക്കണം. അപ്പം ദോശ കേട്ടോ, അപ്പല്ല, ദോശയാണ്. പുളിദോശയല്ലേ, ആ ദോശയും ചായയാണ് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നത്. ചോറിനുള്ള വെള്ളം വെച്ച് അരി ഇടുന്നുണ്ട്. അങ്ങനെ ആ പണി അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം സമയം അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു മഴയും കാര്യങ്ങളായിട്ട് നമ്മളെ ഡയറ്റിങ്ങോ പ്ലാനിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നടക്കാൻ പോലെ ഒന്നുമില്ല കേട്ടോ. കാരണം നല്ല മടിയാണല്ലോ, നല്ല മഴയും പെയ്യുന്നുണ്ട്. ആദ്യം കുറച്ച് വെയിലും ജൂണും ജൂലൈ ഒക്കെ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെ അപ്പം ചുട്ടെടുക്കട്ടെ കേട്ടോ. നമ്മളെ ദോശ ചുട്ടെടുക്കട്ടെ. ഒരു തവി മാത്രമേ ഒഴിക്കുന്നുള്ളൂ. കാരണം എല്ലാവർക്കും എത്തണമല്ലോ, ഈ 5 ആൾക്കും എത്തണമല്ലോ. മിക്കവാറും തന്നെയാവും ഇവിടെ ചായക്കടി ഇല്ലാതാകുക എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മളിങ്ങനെ ഒരു തിന്നോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുമല്ലോ. അപ്പം എല്ലാവർക്കും ഉണ്ടാവില്ല ആ ഒരു സ്വഭാവം. അമ്മമാർക്ക് പൊതുവേ ആ ഒരു സ്വഭാവം ഉണ്ടാവും. ഓല് തിന്നോട്ടെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വേറെ എവിടേക്കും പോകണില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ തിന്നു കൂട്ടാന്നുള്ളൊരു സ്വഭാവം ഉണ്ടാകുമല്ലോ അല്ലേ. ആ കൂട്ടത്തിൽ പെട്ടതാണ് ഞാനും. ഇതിനിടയിൽ ചോറായി, ചോറിൻ്റെ കൂട്ടത്തിൽ തന്നെ ചായയായി, ചായൻ്റെ കൂട്ടത്തിൽ തന്നെ ദോശ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിക്കൊരു കറിയല്ലേ ഇപ്പം ആലോചിക്കുന്നത്. ഇന്നലെ രാത്രി ഞങ്ങൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് വറ്റിച്ച് വെച്ചിട്ട് ഒരു വെറൈറ്റി സ്റ്റൈലിലാണ് വെച്ച് നോക്കിയതാണ്. അത് ഇതാക്കുന്ന ഒരു 3-4 കഷ്ണം കൂടി ഉണ്ട്. അപ്പോൾ ചോർക്ക് ഇത് മതി, പിന്നെ ദോശയ്ക്കും ഇത് മതി കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചക്കൊക്കെ നോക്കിയാൽ പോരെ. അപ്പോൾ കുറച്ചൊന്ന് ചൂടാക്കാനുണ്ടായിരുന്നു. അത് ചൂടാക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു ദിവസം കാണിച്ചു തരാം ചിക്കന് ഇങ്ങനെ വരട്ടി എടുത്തതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലൊക്കെ. അപ്പം പൊറോട്ട ചപ്പാത്തി എല്ലാത്തുക്കും ഇത് പറ്റും. നല്ല രസമുണ്ട് കാണാനോ തിന്നാനുമായിട്ട് രസമുണ്ടായിരുന്നു. ഏതായാലും ഞാൻ കാണിച്ചു തരണ്ട്. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാതെ ഞാൻ എങ്ങോട്ടും ഓടിപ്പോകൂല. അങ്ങനെ അത് ചൂടാക്കി കഴിഞ്ഞാൽ ഞാൻ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മസ്റ്റാണല്ലോ ഇപ്പം. അങ്ങനെ അതും കൂടി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, കോഴിക്കുട്ടികൾ ഭയങ്കര കരച്ചിലാണ് അവിടെ. ഹാർത്ത് പൊളിക്കുന്നുണ്ട് നമ്മളെ കോട്. ഒരു 7 കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. 7 കുട്ടികളല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ 7 6 12 കുട്ടികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ 2-3 മുട്ട വിരിയാനും ഉണ്ടായിരുന്നു കേട്ടോ. 12 കുട്ടികളോന്ന് തടിക്ക് കയ്യും കൊടുത്ത് നോക്കി കണ്ട. അപ്പുറത്തെ താത്താൻ്റെ ആയിരുന്നു ഒരു കോഴി നമ്മളത് തൊട്ട് നമ്മളെ കൂട്ടിൽ കൊണ്ടുവന്ന് മുട്ട എടുത്തേന്ന്. അങ്ങനെ 6 കോഴിക്കുട്ടികളെ ഞങ്ങൾ താത്താക്കും കൊടുത്തു, 6 ഞങ്ങൾ കൊടുത്തു. പിന്നെ മുട്ട വിരിഞ്ഞാണ്ട് ഒന്നും കൂടി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മൊത്തം നമുക്ക് 7 കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കിടന്ന് ആർക്കിട്ടുണ്ട്. പിന്നെ താത്താൻ്റെ ഒരു ഭാഗം ഒരു താത്താക്ക് കൊടുത്തപ്പം അവിടെ കൂട്ടിൽ കിടന്ന് അതും ആർക്കുന്നുണ്ട്. നമ്മളെ കുട്ടികൾ ഇവിടെ കിടന്ന് ആർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ തീറ്റ വാങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട്, കുറച്ച് വലുതാകാനൊക്കെ ആയിട്ട്. അങ്ങനെ നോക്കിയിട്ടും കാര്യമൊന്നുമില്ല. കാക്ക പൂച്ച പട്ടി എന്നും പറഞ്ഞായിരിക്കും പോലും എടുത്ത് കൊണ്ടുപോകും. എന്നാലും ഇപ്പം നമ്മൾ നോക്കണ്ടേ. ചോറായി. അപ്പം ഇനി കുളിച്ച് വരണം, പുഴയിലൊന്ന് പോകണം, കുളിച്ച് വരണം. പുഴയിൽ പോയിട്ട് വരാം കേട്ടോ. കുഞ്ഞ് ഞാൻ ചോറാക്കുക. ഇത് കൊണ്ടുപോവോ? എണ്ണ ഇറങ്ങൊന്നുമില്ല. 2 കഷ്ണം ഇട്ടാൽ മതി. എണ്ണ നോക്കിയെടുക്കണ്ട.
അല്ലെ കിഴങ്ങ് പൊരിച്ചായിരുന്നോ? ഞാൻ കുളിക്കാൻ പോവാട്ടോ. ചോറൊക്കെ ആക്കി പോയിക്കോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് കുളിക്കാൻ പോയി, പുഴയിലൊക്കെ ഒന്ന് പോയി വന്നു. അപ്പോൾ ഇതിന് നമ്മളെ കുഞ്ഞാറ്റ ചോറൊക്കെ ആക്കിയാണ്ട് ഓള് സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. മറ്റവരൊക്കെ ഇപ്പോൾ നീച്ച് വന്നിട്ടുണ്ട്. ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അവിടെ എവിടേക്കും ഉണ്ട്. അപ്പോൾ ഞാൻ ഇത്തിരി നേരം ഒന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ച്. എന്താ ഇപ്പോൾ രാവിലെ നീച്ച് പണിയൊക്കെ ഒരുക്കിയിട്ട് നേരത്തെ കാലത്ത് കടന്നോ ചോദിച്ചാൽ, അപ്പോൾ ഇന്നലെ രാത്രി തീരെ ഉറക്കം തന്നെ വന്നിട്ടില്ല. എന്നിട്ട് എന്തൊക്കെയോ ഒരു സഞ്ചാരം. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഒന്നാമത് നമ്മൾ വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സഞ്ചാരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ഞാൻ പുഴയിൽ പോയിട്ട് അലക്കി കൊണ്ടുവന്ന് തോരട്ടതാട്ടോ. അപ്പം വെയിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുത്ത് തന്നെ വെച്ചിട്ടില്ല. ഇനി ഏതായാലും അകത്തേക്ക് ഉണക്കണം. മഴ പെയ്യാണ്. തുണിയും ഇവിടെയൊക്കെ അതാ ചോരുണ്ട്. വല്ലാതെ ചോർച്ചയുണ്ട് കേട്ടോ. ചോർച്ച പൊട്ടിട്ടില്ലല്ലേ? പൊട്ട് വേണ്ട, തലവേദന എടുക്കാൻ പൊട്ടിട്ടിട്ട്. ഞാൻ കുറച്ച് അടിക്കാനുണ്ടായിരുന്നു. ഇതടിച്ചാലോ? യൂണിഫോമിൻ്റെ പാൻ്റാണ്. യൂണിഫോമിൻ്റെ പാൻ്റാണ്. പാൻ്റ് ഇതടിക്കട്ടെ കേട്ടോ. ഇവളിവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഗായ്സ്. ഇവളെ എടീജ എന്നോട് എങ്ങോട്ടാ പോണേ ചോദിച്ചിരുന്നു കേട്ടോ. ഓളിപ്പോൾ LBS കൊടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിളി വന്നിട്ടില്ല. അതും കൂടിയും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും അവളെ കയറ്റി വിടുന്നതാണ്. അതാണിപ്പോൾ ഞങ്ങളെ തീരുമാനം. കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു എന്തിനാ പോണത്. അപ്പം ചോദിച്ചാൽ പിന്നെ പറയണ്ടേ. അപ്പം അതാണ് ഇല്ലത്. അപ്പം അതിൻ്റെ LBS ഇപ്പോൾ വിളി വരാനായിട്ടല്ലേ ഉള്ളൂ. അപ്പം അതും കൂടിയും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ എവിടേക്കെങ്കിലും കയറ്റിയോളം വിടണം. അപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ് ഇപ്പം സെക്കൻഡ് ഒപ്പീനിയനായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഞങ്ങൾ എല്ലാവരെയും ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയില്ലേ, ഞങ്ങളിപ്പോൾ ആലോചിക്കണുള്ളൂ. പിന്നെ നമുക്ക് അപ്പോൾ അതന്നെ കറി വെക്കണം. കറി വെച്ചിട്ടില്ല. ചായയൊക്കെ കുടിച്ച് ചായക്കെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു 4, 5, 7 ദോശ ഉള്ളേന്ന്. പിന്നെ ഇന്നലത്തെ രാത്രിക്കത്തെ കറിയും ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാവരും കഴിച്ചു. ഞാൻ ഒരു മുറുക്കും ചായയും കുടിച്ചു. പിന്നെ ഇപ്പം ഞാൻ ചൊളാണ്ടി ഉണ്ടാക്കിയിരുന്നു. അപ്പം അതും കുടിച്ചിരുന്നു. ചെന്ന് അടിച്ചു വരിഞ്ഞു. ഓളടിച്ചു വരും. ഞാനിഞ്ഞ് കറി വെക്കാനായിട്ട് പോവുകയാണ്. എനിക്ക് ഒരു അവിയൽ ഉണ്ടാക്കാനൊരു പൂതിയുണ്ട്. കടയിൽ പോയാൽ അവിയലിന് കഷ്ണം കിട്ടൂലേ. അപ്പോൾ കണ്ണനും നമ്മളെ മൂപ്പരും കൂടിയും ഓട്ടോറിക്ഷയ്ക്ക് ബ്രേക്ക് എടുക്കാൻ പോയതാട്ടോ. ബ്രേക്കല്ല, എന്താ പറയുക, മീറ്റർ വെക്കണ അങ്ങനത്തെ ആ ഒരു സംഭവത്തിനൊക്കെ പോയതാണ്. അപ്പോൾ വരുമ്പോൾ കൊണ്ടുവരാൻ ചോദിച്ചു നോക്കാം. നമുക്കൊരു 12:30, 1 മണി വരെ കാത്തിക്കുക പോലെ. കഴിഞ്ഞിട്ട് നമ്മൾ കടയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങാം. അതിനാണ് നിൽക്കണത്. ഏതായാലും ഞങ്ങളെ ജോലി എടുക്കട്ടെ. ഇന്നിപ്പോൾ ഞാൻ എന്തൊക്കെയോ പണി വിചാരിച്ചിരുന്നു. ഒന്നും നടന്നില്ല. ഏതായാലും എടുക്കട്ടെ. ഇനി ബാക്കിയുള്ള പണിയും കൂടി സമയം കളയണ്ട. ഇവിടെ കിടക്കണുണ്ടോ? കണ്ടോ അവിടെ കിടക്കുകയെന്ന് കേട്ടോ. മതി കടന്നത്. ഞങ്ങൾ നീച്ചു. കട്ടിലൊക്കെ ഒന്ന് മാറ്റി തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് കാണിച്ചു തരാം. കട്ടിൽ കണ്ടോ? അവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. മഴയാണ് ഇന്നാണെങ്കിൽ. നല്ല മഴ കേട്ടോ. നല്ല മഴയാണ്. വെള്ളമൊക്കെ ഇതാ നല്ലപോലെ വെള്ളം വെന്നു വെള്ളം വന്നു. ഓ ഈ ബുദ്ധന് ബോധോദയം കിട്ടുകയെന്ന് പറയല്ലേ. എപ്പോഴെങ്കിലൊക്കെ എനിക്കിൻ്റെ തലയിൽ കൂടെ അതങ്ങോട്ട് ഒഴുകി പോകുക കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇതാക്കണം, ഇത് വെച്ചിട്ട് വേഗം അടിച്ചിട്ട് വേഗം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ ഇതൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇതൊരു 100-220 റുപ്യ എത്രയോ ആണ് വാങ്ങിയിട്ടുള്ളത്. ഒരു 2.25 മീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷെ ഭയങ്കര കട്ടിയാട്ടോ. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ വരിക. പക്ഷെ ഇത് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇതിനോട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് അടിച്ചെടുക്കട്ടെ. കുറച്ച് ദിവസമായി ഇത് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും അടിക്കാനായിട്ട് എനിക്ക് സമയം കിട്ടായിട്ടല്ല, മടി
മടിയായത് കാരണമാണ് അങ്ങനെ ഞങ്ങൾ ഇതാക്കണേ. ഇതിപ്പോൾ തന്നെ അടിച്ചെടുക്കുക എന്നുള്ള രീതിക്ക് ഒരു കരാർ അടിസ്ഥാനത്തിലാണ് ഇത് പഠിക്കാൻ നിന്നത്. കാരണം എന്താ വെച്ചാൽ അടിച്ചു വാരിയിട്ടില്ലേന്ന്. അപ്പം നമ്മളെ ഉണ്ണിമോളോട് ഞാൻ അടിച്ചു വാരിയിട്ട് പാത്രം കഴുകുകയാണെങ്കിൽ ഞാൻ ഇത് അടിച്ചു തരാമെന്ന് പറഞ്ഞില്ല. ആ ഒരു കരാർ അടിസ്ഥാനത്തിൽ ഞാനിത് ഏറ്റെടുത്ത് അങ്ങനെ ഓള് അടിച്ചു വാരലും പാത്രം കഴുകലൊക്കെ ഓളെടുത്ത് ഞാനിതാ എന്ത് വെട്ടലും കുറിക്കലും ഒക്കെ ആയിട്ട് ഞാനും തന്നെ ഇതുമ്മലാണ് നിൽക്കണത്. അപ്പോൾ ടി വിയിൽ ഇതാ സിങ്കപ്പണ്ണാണ് പാടുന്നത്. അത് നിങ്ങൾ ഷോർട്സ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഷോർട്സ് വീഡിയോ കാണാത്തവരാണെങ്കിൽ ഓടിപ്പോയി അതും കൂടിയാണ് കണ്ടോളി. രസമുണ്ട്, എല്ലാവരും കാണാൻ രസം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ച മാതിരി കല്ല ഗായ്സ് ഇത് അടിച്ചടിച്ചടിച്ചടിച്ച് വന്നപ്പോൾ 2.25 മീറ്റർ കൊണ്ട് ഞാൻ എങ്ങനെ ഈ തട്ട് ഡ്രസ്സ് അടിക്കും പറയും. ഒരു കറി ഉണ്ടാക്കി, ഞങ്ങളൊരു പപ്പടക്കറി കണ്ടിരിക്കണം യൂട്യൂബിലല്ല, ഇൻസ്റ്റഗ്രാമിലല്ല, ഫേസ്ബുക്കിൽ. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കട്ടെ. കറി വിശക്കണുണ്ട്. അപ്പോൾ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് അയ്യോ എൻ്റെ കയ്യിൽ ഇതെന്താ ഈ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അടിച്ചടിച്ചടിച്ചടിച്ച് ഇത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, അത്ര എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാണ് ഈ ഭയങ്കര 2 പ്ലേറ്റ് ചോറ് തിന്നാലാണ് ഈ ഒരു ഡ്രസ്സ് ഇടാൻ പറ്റുള്ളൂ. അതിന് മാത്രം കനാണ് ഇതിൽ, നല്ല കനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എത്ര നേരത്രയായി 1:30 ഞാൻ കറി ഉണ്ടാക്കട്ടെ എന്നിട്ടാണ് അതവിടെ വെക്കും. ഞാൻ ചോറ് തിന്നിട്ടുള്ളൂ, ബാക്കി കാര്യം വിശക്കുണ്ട്. പപ്പടക്കറി ഉണ്ടാക്കട്ടെ കേട്ടോ. പപ്പടക്കറി ഉണ്ടാക്കാനായിട്ട് പോട്ടെ. മഴ പിന്നെയും പെയ്ത് ഞാൻ തുണി കുപ്പായ എടുത്ത് വെച്ചിട്ടില്ല, വീണ്ടും എടുത്ത് വെച്ചിട്ടില്ല. അതും മഴ തന്നെയാണ്. പാടി നമ്മൾ കറി ഉണ്ടാക്കുക. ബാ കമോൺ, നെഞ്ചടിക്കോ ഇജടിക്കോ? അപ്പം ഇത് പൊട്ടന് ലോട്ടറി അടിച്ച പോലെ ഞാൻ വിചാരിച്ചത് ഇപ്പം ചൂടപ്പം പോലെ ചുട്ട് കഴിയുമെന്ന്. പക്ഷെ ശരിയായിട്ടില്ല കേട്ടോ, ശരിയായിട്ടില്ല. ഏതായാലും ശരിയാക്കി എടുക്കും, അത് വേറെ കാര്യം. തുണി തകയായിട്ട് എന്തൊക്കെയോ മറിമായം നടക്കുന്നുണ്ട് അവിടെ. അതടക്കട്ടെ, ഞാനൊരു കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ഒരു സ്പെഷ്യൽ കറി. ഇപ്പം ഇങ്ങനെ ഷോർട്സ് നോക്കിയപ്പോൾ കണ്ടതാണ്, നമ്മളെ എവിടെയോ കണ്ടതാണ്. ഏതായാലും ഇങ്ങനത്തെ ഒരു കറി ഞാൻ കാണിച്ചു തരാം. ആദ്യം പപ്പടം ഉണ്ടല്ലോ, ഒരു 3-4 പപ്പടം ഉണ്ടായിരുന്നുള്ളൂ. അതിങ്ങനെ 8-10-12 കഷ്ണങ്ങളാക്കി ഇങ്ങനെ നുറുക്കിയെടുക്കുക. വെളിച്ചെണ്ണയിലിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ വറുത്തെടുക്കല്ലേ. പിന്നെ കടുക് പൊട്ടിക്കുക, കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളൂ. പിന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, പിന്നെ വെളുത്തുള്ളിയും കൂടി പിന്നെ നമുക്ക് ഇതാക്കണം. തക്കാളി കേട്ടോ, തക്കാളിയും കൂടി വേണം. ഇത് ചെറിയ ഉള്ളി ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല ഉഷാറായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ വെളുത്തുള്ളി ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ എനിക്ക് ഇഷ്ടമാട്ടോ ഈ കറിയിൽ വെളുത്തുള്ളി കടിക്കണേ. പിന്നെ തക്കാളി ഞാനൊരു 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. കാരണം 1.5 പകുതി എവിടെയും ചോദിച്ചാൽ അതിൽ പുഴുവായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറ്റിയെടുത്തിട്ട് 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളൊരു മാതിരി ഉള്ളിക്കൂട്ടാൻ ഉണ്ടാക്കുമല്ലോ, അതിൻ്റെ ആ ഒരു കൂട്ടത്തിൽ പെട്ടതാണെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ. ഇതുവരെ ആയിട്ട് നമ്മളെ മൂപ്പരും കണ്ണനും ഇവിടെ എത്തിയിട്ടില്ല. ഓല് വരുമ്പോൾ മീൻ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്. അതിനാണ് ഞാൻ ഇതുവരെ കാത്തു നിന്നത്. പക്ഷേ ഓല് എത്തിയിട്ടില്ല. എന്നാലും നമുക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നണമല്ലോ, പെട്ടെന്നാണ് ഇത് കണ്ടത്. അപ്പോൾ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മല്ലിപ്പൊടി മുളകും പൊടി, മല്ലിപ്പൊടി ഇത്തിരി കൂട്ടിയിടണം. മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്തിരി വെള്ളം നിന്നോട്ടെ എന്ന് വിചാരിച്ചാൽ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിടാൻ മറക്കണ്ട, ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ. കാരണം നമ്മൾ പപ്പടത്തിൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപ്പ് ഇത്തിരി ഇട്ടാൽ മതി, നോക്കിയിട്ട് ഇടാമല്ലോ, ഉപ്പുണ്ടല്ലോ അവിടെ. അങ്ങനെ ഇതൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികൾ എടുക്കാനായിട്ട്. തിളച്ച് വരാനൊന്നും സമയമില്ലേ ഇട്ടേക്ക്, കാരണം അത് മിഷീമ കിടക്കുകയാണല്ലോ, അത് ഒരു എത്തും പൊടിയും കിട്ടാതെ കിടക്കുകയാണ്. അതുകൊണ്ടൊരു സമാധാനക്കേട് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്നും തിളക്കാൻ നിൽക്കണ്ട, നിങ്ങൾ തിളച്ചിട്ടിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൊടിക്കൈ ആക്കിയിട്ട് ഞാൻ കുറച്ച് ബീഫ് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫ് ആയിക്കോട്ടെ, ആ ഒരു മണയെങ്കിലും മണത്ത് തിന്നാലോ എന്ന് വിചാരിച്ചാണ്ട്. അങ്ങനെ പപ്പടവും വെന്തു, ഉള്ളിയും വെന്തു, തക്കാളിയും വെന്തു, എല്ലാതും വെന്തു. പിന്നെ ബീഫ് മസാലയും കൂടി ഇട്ട് കൊടുത്തപ്പം സത്യം പറയുകയാണെങ്കിൽ നല്ല രസമുണ്ട് കറി. നല്ല രസമുണ്ട്, കാരണം നല്ല രസമുണ്ട്. മൂപ്പർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഉപ്പ കറികളൊന്നും മൂപ്പർ കൂട്ടാത്തതാണ്. പക്ഷേ ഈ ഒരു കറി കൂട്ടിയിട്ട് നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഒന്നുമില്ലാത്ത നേരത്തതാ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തിന്നാലോ. അപ്പം ഇങ്ങനെയാണ് കറീൻ്റെ മട്ടും മാതിരി ഉള്ളത്. കാണാനത്ര ലുക്കില്ലെങ്കിലും ഭയങ്കര ബുദ്ധിയാന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ കറീൻ്റെ കാര്യം കേട്ടോ. കാണാനത്ര ലുക്കും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളി കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുക. നിങ്ങളൊന്ന് ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളി.
അപ്പം ഉള്ളതുപോലെ പറയണമല്ലോ, അതാണ് ഇപ്പം ഞാനിവിടെ വന്ന് പറഞ്ഞത്. അങ്ങനെ ചോറ് ഇതാക്കണം. ഞാൻ ഒരു ഉരുള തിന്നപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ബീഫിൻ്റെ ആ ഒരു മണം കണ്ടല്ലോ, പപ്പടത്തിൻ്റെയും ബീഫിൻ്റെയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. സംഭവത്തിന് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഇത്തിരി അച്ചാറോ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറായിട്ടുണ്ടായിരുന്നു. ഇതങ്ങനത്തെ പപ്പടം ഒരു പേപ്പർ പോലെ വെന്ത് കഴിഞ്ഞപ്പോൾ ഒരു പേപ്പർ പോലെ നിന്നിട്ടോ. അപ്പോൾ നമുക്ക് പൊരിച്ച് കഴിഞ്ഞാൽ കണ്ണിലും കൂടി കാണാൻ കിട്ടില്ല, തൊള്ളയിലും കൂടി ഇടാൻ കിട്ടില്ല. പക്ഷെ കറി വെച്ചപ്പോൾ ഇങ്ങനെ ഒരു പേപ്പർ പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം രസം ഉണ്ടായിരുന്നു. വീണ്ടും ചോറ് തിന്ന് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഇത് എന്തെങ്കിലുമൊക്കെ ആക്കി എടുക്കണമല്ലോ. ഇന്നത് തീർക്കും എന്നില്ല, ഇതിൽ തന്നെയാണ് ഞാൻ ഇറങ്ങി വന്നിട്ടുള്ളത്. ഇതൊന്ന് തീർക്കട്ടെ ഞാൻ. അപ്പം ഞെറി അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ ഫ്രില്ല് വെച്ചിട്ടാണല്ലോ അത് അടിക്കുന്നത്. അപ്പോൾ ലോങ് തുണി വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ലോങ് തുണി ഉണ്ടെങ്കിൽ ഒരു 5 മീറ്റർ 6 മീറ്റർ 7 മീറ്ററൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് തട്ടുകളിലെ ഉടുപ്പ് അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്ത് തട്ട് ഇല്ലതാണെങ്കിലും ഒരു 5-6 മീറ്ററിൻ്റെ ഏറിയ എടുക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഞാനും പഠിച്ചു, അറിയണ്ടായിരുന്നു. എന്നാലും അതങ്ങോട്ട് അങ്ങനെയാണ്, ചിലപ്പോൾ അങ്ങനെ ഒരു അതിബുദ്ധി ആപത്താണല്ലോ ഉണ്ടാവുക. അപ്പം ഞാൻ ഏതായാലും ഇതൊന്ന് അടിച്ചെടുക്കട്ടെ. അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് വെട്ടിക്കയറി ഏതായാലും ഇത് ഫുള്ളാക്കാം. എല്ലാവരും പരിപാടിയിലാണ്. കണ്ടുകൊണ്ടിരിക്കുന്നത് മേക്കപ്പാണ്. മേക്കപ്പ് കണ്ടോ, ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കാണിച്ചിട്ടുള്ളൂ. മേക്കപ്പ് എടുത്തേ, അപ്പോഴല്ലേ നമ്മളെ ഡ്രസ്സിൻ്റെ ഫുള്ളിടാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയാണ് നമ്മളെ സംഭവം കിട്ടിയിട്ടുള്ളത്. ഏകദേശം മോള് പറഞ്ഞ മോഡലൊക്കെ തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. 2.25 മീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇക്കന്നെ ഒരു അതിശയം ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഒരു ചുരിദാർ അടിക്കണമെങ്കിൽ ഒരു 3/4 കൈ ചുരിദാർ അടിക്കണമെങ്കിൽ 2.5 മീറ്റർ കണക്കാക്കിയിട്ട് വേണം കേട്ടോ. ഇത് വെറും 2.25 മീറ്റർ ഉള്ളൂ. പിന്നെ ഇത് വീതി ഉണ്ടായിരുന്നു കേട്ടോ. അതാ പിന്നെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പിന്നെ വീണ്ടും ഫോട്ടോഷൂട്ടിലാണ്, വീഡിയോ ഷൂട്ടിലാണ്. നമുക്ക് ലോങ് വീഡിയോ എടുക്കണം, ഷോർട്ട് വീഡിയോ എടുക്കണം, ജഗപ്പുക പരിപാടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ട് ഒന്ന് ഓടിപ്പോയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക, ഹൈപ്പും കൂടി അടിച്ചോളി കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലത്തെ വീഡിയോസുകൾ വരും, വരാതെക്കൂല, ഇൻഷാല്ലാ വരുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പറയാനും കൂടി മറക്കണ്ട. അപ്പോൾ ഞാനിതാ മുടിയൊക്കെ മുന്നിക്കിട്ട് മോഡലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മറ്റുള്ള വരുമ്പോൾ വേറൊരു ഫോട്ടോഷൂട്ട് നടക്കണം, അല്ലെങ്കിൽ ഇവിടെ കലഹം നടക്കും കേട്ടോ. കുടുംബം കലങ്ങും. കുഞ്ഞാറ്റ സ്കൂളിൽ വരുമ്പോഴത്തേനും ഒരു ഫോട്ടോഷൂട്ട് കൂടി ഞാൻ നടക്കും, ഉറപ്പാണ്.